പബ്ലിക് സർവൻറ്റ്. ആരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? ജഡ്ജസിനെയും പബ്ലിക് സർവൻറ്റിനെയും. When any person who is or as a judge or magistrate or a public servant not removable from his office save by, അപ്പോ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാതെ, save by or while sanction of the government is accused of any offence alleged to have been committed by him while acting. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ അധികാരം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുവാദം വാങ്ങി അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാം. അയാളെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യാതെ അയാൾക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാം. ഉദാഹരണം, പഞ്ചായത്ത് സെക്രട്ടറി, അദ്ദേഹം ഒരു പഞ്ചായത്തിലെ മാലിന്യങ്ങളെല്ലാം കൂടി കൊണ്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു. ആ നിക്ഷേപിച്ചതിനെതിരെ അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു പബ്ലിക് സർവന്റ് ആണ്. ആര്? പഞ്ചായത്ത് സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ചെയ്ത ജോലിയാണ്. അതിൽ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആരുടെ സാങ്ഷൻ വാങ്ങണം? സർക്കാരിന്റെ സാങ്ഷൻ വാങ്ങണം. അതാണ് ഇവിടെ പറഞ്ഞത്. When any person who is or as a judge or magistrate or public servant not removable from his office, save by or with the sanction of the government accused of any offence alleged to have been committed by him while acting or perpetrating to acting in the discharge of his official duty. ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്തപ്പോൾ അത് ഒഫൻസായി എന്നാണ് നമ്മൾ പറയുന്നത്. No court shall take cognizance of such offence except with the previous sanction of otherwise provided in the Lokpal or Lokayukt Act 2013. ലോക്പാലിലോ പറഞ്ഞിരിക്കുന്നതല്ലാതെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രീവിയസ് സാങ്ഷൻ വാങ്ങാതെ എന്ത് ചെയ്യാൻ പാടില്ല? കോഗ്നിസൻസ് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ. അടുത്തോടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ കേസ് അപ്പോൺ ഹൂ ഈസ് എംപ്ലോയിഡ് ഓർ ആസ് ദ കേസ് മേ ബി വാസ് അറ്റ് ദി ടൈം ഓഫ് കമ്മീഷൻ ഓഫ് അലജഡ് ഒഫൻസ് എംപ്ലോയിഡ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് ദി യൂണിയൻ ഓർ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ഒഫൻസ് ചെയ്തെന്ന് പറയുന്നതെങ്കിൽ അതിനും പ്രീവിയസ് പെർമിഷൻ വാങ്ങണം. ഇൻ കേസ് ഓഫ് പേഴ്സൺ ഹൂ ഈസ് എംപ്ലോയിഡ് ഓർ ആസ് ദ കേസ് മേ ബി വാസ് അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് അലജഡ് ഒഫൻസ് in connection with the affairs of the state or state government. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഒഫൻസ് വന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സാങ്ഷൻ വാങ്ങണം. Provided that whether the alleged offence was committed as a person referred to in clause B during the period in which the proclamation of issue under section 1 of 356 of the Constitution was in force, the clause will apply for the expression state government occurring wherein expression of the central government was substituted. 356 പ്രകാരം എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്താണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? സെൻട്രൽ ഗവൺമെന്റേ ഉള്ളൂ. ആ സമയം സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ ആണ് വാങ്ങേണ്ടത്. മനസ്സിലായോ? അടുത്തത്, പ്രൊവൈഡ് ഫർദർ ദാറ്റ് the government shall take a decision within a period of 120 days from the date of the reception of the request of the sanction. In case of fault to do so, that sanction shall be deemed to have been approved by such government. 120 ദിവസത്തിനകം തീരുമാനം എടുത്തില്ലെങ്കിൽ തീരുമാനം കിട്ടിയെന്ന് കരുതും, എന്നിട്ട് നടപടിയുമായി മുമ്പോട്ട് പോകാം. Deemed to have been approved by such government. കണ്ടോ?